ഹലോ ഹായ്, എല്ലാവർക്കും ഷമു വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 6 മാസം മുതൽ 6 മാസം പ്രായമായ കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് അങ്ങനെയുള്ള ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ. പാലല്ലാതെ നമ്മൾ ചോറ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മുതൽ നമ്മൾ മറ്റ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് റാഗിയാണ്. റാഗി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അവൾക്ക് ഒരു നേരം കൊടുക്കാനുള്ളത് വെള്ളത്തിൽ ഇട്ട് കുതിർക്കും. അതിൻ്റെ കൂടെ ഒരു 3 ബദാം പരിപ്പ്, 3 അണ്ടിപ്പരിപ്പ് അതുകൂടി ചേർത്തിട്ടാണ് കുതിർക്കുന്നത്. അപ്പോൾ ആദ്യം ബദാമും അണ്ടിപ്പരിപ്പും എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുകൂടി ഒന്ന് അരച്ച് അത് പിന്നീട് അരിപ്പയിൽ അരിച്ച് കുറുക്കുക ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ലേശം ഒരു തരി ഉപ്പ് ചേർക്കാറുണ്ട്. അതായത് ഉപ്പ് കുട്ടികൾക്കൊക്കെ വളരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർക്കുന്നതാണ്. ഇതേ രീതിയിൽ ആദ്യം ഞാൻ നട്ട്സാണ്, ഒരു 3 ബദാമും 3 കാഷ്യൂ ആണ് ഞാൻ ഇടുന്നത്. അത് ആദ്യം അങ്ങ് അരയ്ക്കും. നന്നായിട്ട് അരച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ റാഗി കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ടത് നമ്മുടെ അരിപ്പയിൽ നന്നായിട്ട് അരിച്ച് എടുത്തിട്ട് അതിനകത്ത് ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ് കേട്ടോ. പനങ്കൽക്കണ്ടവും അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർക്കും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക ചെയ്യുന്നത്. തീരെ അങ്ങ് വെള്ളം പോലെ എന്നാൽ ഒത്തിരി അങ്ങ് കുറുകി പോവുകയില്ല കേട്ടോ. അത് പനങ്കൽക്കണ്ടമാണ് അരിച്ചെടുത്തതിനകത്ത് ചേർക്കുന്നത്. പനങ്കൽക്കണ്ടമാണ്. അത് ഒന്ന് കഴുകിയിട്ടാണ് ഞാനതിൽ ചേർക്കുന്നത്. മധുരം അങ്ങനെ കൂടുതലായിട്ടില്ല, അവർക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ കൽക്കണ്ടം ചേർക്കുകയുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടി. കുട്ടികൾക്ക് ഉപ്പ് അധികം അങ്ങനെ കൊടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ ഡോക്ടറൊന്നും അല്ല കേട്ടോ. ഇതെന്നിട്ട് ചെറിയ തീയിലാണ് കേട്ടോ. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അത് സിമ്മിലാക്കും. എന്നിട്ട് ആ ചെറിയ തീയിലാണ് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത്. അത് ഒത്തിരി വെള്ളമാകുകയില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കുറുകി പോവുകയില്ല കേട്ടോ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാലും ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ അത് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്യാറുള്ളത്. പിന്നെ കൊടുക്കുന്നത് അവൾക്ക് ഇഡലിയാണ്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് അവൾക്ക് കൊടുക്കുന്നത് അപ്ടാമിൽ ഗോൾഡ് മിൽക്കാണ്. അതിൽ നമ്മൾ ഇഡലി, ഒരു ചെറിയ ഇഡലിയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ അവൾ ഒരു നേരം കഴിക്കും കേട്ടോ. ഇഡലി അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് ഉഴുന്നൊക്കെ ചേരുന്നതല്ലേ, നന്നായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അത് ഇതുപോലെ പാലിൽ, ഇത് ചെറിയ ഇഡലി ആയതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം എടുക്കുന്നത്. നമ്മുടെ വലിയ ഇഡലി ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുക്കുകയുള്ളൂ. അത് നന്നായിട്ട് പാലിൽ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഞെരടി അത് ഇതേപോലെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് അതങ്ങനെ കുറുക്ക് പോലെ ആക്കി അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം. നന്നായിട്ട് ഇതേ രീതിയിൽ ഇപ്പോൾ കണ്ടില്ലേ, അത് വെള്ളവുമല്ല, എന്നാലത് നന്നായിട്ടത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. അതാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഒരു കിഴങ്ങ് മൊത്തം എടുക്കുകയല്ല കേട്ടോ. അവൾക്ക് ഒരു നേരം കൊടുക്കുന്ന, ഒരു ദിവസം അവൾക്ക് കൊടുക്കുന്ന ഫുഡാണ് ഇതൊക്കെ. രാവിലെ ഇഡലി അല്ലെങ്കിൽ ഇടിയപ്പം, അത് ചിലപ്പോൾ ഏത്തപ്പഴമായിട്ട് അധികം കാണിച്ചിട്ടില്ല കൊടുക്കും. ഇഡലി കൊടുക്കുന്ന ദിവസം അത് കൊടുക്കാറില്ല. അപ്പോൾ ഇഡലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം അവൾക്ക് നമ്മൾ റാഗി കുറുക്കിയത് കൊടുക്കും. അതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കുന്നത്. ഇത് ഇതേ രീതിയിൽ തൊലിയൊക്കെ ചെത്തിയിട്ട് അത് നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ചിട്ട് അത് ഒരു നുള്ളുപ്പും അതിൽ ചേർക്കും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് അത് ഒരു കുറുക്കിൻ്റെ പരുവത്തിലാക്കി അങ്ങനെ കൊടുക്കുക കേട്ടോ. ഒരു ദിവസം നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ആ ഒരു ആഹാരമാണ് ഞാൻ ഈ കാണിച്ചത് മുഴുവൻ. രാവിലെ ഇഡലി അല്ലെങ്കിൽ ഇടിയപ്പം ഏത്തപ്പഴവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ 3.5 മണിക്കൂറിന് ശേഷമാണ് അടുത്ത ഫുഡ്. അത് നമ്മൾ ഇടയ്ക്ക് പാലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം പിന്നെ ഇടയ്ക്ക് കുടിപ്പിക്കാറുണ്ട്. അതിനിടയ്ക്ക് ജ്യൂസ് ചില ദിവസങ്ങളിലേ കൊടുക്കാറുള്ളൂ, അല്ലാതെ അങ്ങനെ കൊടുക്കാറില്ല. ഇതിങ്ങനെ ഇഡലി കുക്കറിലിട്ടിട്ട് ഒരു നുള്ളു കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് പുഴുങ്ങി നന്നായിട്ടത് ഉടച്ച് എടുത്ത് അതാണ് കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഇതൊക്കെ. അങ്ങനെ കുറുക്ക് റാഗി കൊടുത്ത് ഇഡലി കൊടുക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ ശേഷം റാഗി കൊടുക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി അത് നന്നായിട്ട് ഉടച്ചതാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയിൽ അപ്പോഴേക്ക് സമയം മിക്കവാറും ഒരു 6 മണിക്കൊക്കെ ആവും നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കുന്ന സമയം. അതിനുശേഷം പിന്നെ ഒരു 9 മണി കഴിയുമ്പോഴേക്ക് പിന്നെ അവൾക്ക് കഞ്ഞിയാണ്. കണ്ടു, സ്വീറ്റ് പൊട്ടറ്റോ അത് ഇതേ രീതിയിൽ നമ്മൾ ഉടച്ച് എടുത്ത് ഇതേ രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ്. പിന്നീട് രാത്രിയിൽ അവൾക്ക് കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ നുറുക്കരി ഉണ്ടല്ലോ, പൊടിയരി, ചെറിയ നുറുക്കരി, അതാണ് അവൾക്ക് കഞ്ഞിയായിട്ട് കൊടുക്കുന്നത്. അത് കഴുകി എടുക്കും. നമ്മളെടുക്കുന്ന അരിയുടെ അത്രയും തന്നെ എമൗണ്ട് മുളപ്പിച്ച
ചെറുപയർ മുളപ്പിച്ചതെടുക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പച്ചക്കറികൾ ചേർക്കാറുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പൊടിയരി എടുത്തു, അത്ര അളവിൽ തന്നെ മുളപ്പിച്ച പയറെടുത്തു. പിന്നീട് നമ്മൾ വെള്ളരി എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് അത് ആണ് അവൾക്കതൊന്ന് സ്പൂണ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തവി കൊണ്ടൊന്ന് ഉടയ്ക്കും കേട്ടോ. അതാണ് അവൾക്ക് വൈകിട്ട് കൊടുക്കുന്ന കഞ്ഞി.